പാലക്കാട്ടെ ഒരു പഴയ തറവാട് ലേലത്തിൽ പിടിച്ചതായിരുന്നു മാധവൻ. നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് കുറച്ചുനാൾ സമാധാനമായി ഇരിക്കാമെന്ന് കരുതിയാണ് അയാൾ അവിടെ എത്തിയത്. തറവാടിന്റെ മുകൾ നിലയിലുള്ള വലിയ മുറിയിലായിരുന്നു മാധവന്റെ താമസം. ആദ്യത്തെ 2 ദിവസങ്ങൾ കുഴപ്പമില്ലാതെ കടന്നുപോയി. എന്നാൽ 3-ാം ദിവസം അർദ്ധരാത്രിയിൽ മുകൾ നിലയിലെ ഇടനാഴിയിൽ ആരോ നടക്കുന്നതുപോലെ ഒരു ശബ്ദം മാധവൻ കേട്ടു. തടിപ്പലകകൾക്ക് മുകളിലൂടെ ഭാരമുള്ള എന്തോ ഒന്ന് വലിച്ചിഴയ്ക്കുന്ന പോലെയുള്ള ശബ്ദം. മാധവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കി. പുറത്ത് ആരുമില്ല. മങ്ങിയ വെളിച്ചത്തിൽ നീളൻ ഇടനാഴി ശൂന്യമായി കിടക്കുന്നു. കാറ്റാകുമെന്ന് കരുതി അയാൾ വീണ്ടും കിടന്നു. രാവിലെ പതിവ് നേരത്ത് തന്നെ മാധവൻ എഴുന്നേറ്റു. പത്രം വായിക്കാൻ തുടങ്ങി. അതിനിടെയാണ് തൻ്റെ സുഹൃത്തായ രവിയോട് പുതിയ വീടിനെക്കുറിച്ചും ഇന്നലത്തെ സംഭവത്തെക്കുറിച്ചും പറഞ്ഞത്. ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് ചാർജിന് കുത്തിവെച്ച് മാധവൻ തൻ്റെ പണികളിലേക്ക് ഏർപ്പെട്ടു. അങ്ങനെ ആ ദിവസവും സാധാരണ പോലെ കടന്നുപോയി. രാത്രി ഏകദേശം 10 മണിയോടെ അവൻ കിടന്നു. അർദ്ധരാത്രിയായപ്പോൾ ഇന്നലെ കേട്ട അതേ ശബ്ദം അവൻ വീണ്ടും കേട്ടു. ഇത്തവണ അത് മാധവന്റെ കട്ടിലിന് തൊട്ടടുത്തു നിന്നായിരുന്നു. തണുത്ത ഒരു കാറ്റ് മുറിക്കുള്ളിലൂടെ കടന്നുപോയി. മുറിയിലുണ്ടായിരുന്ന മെഴുകുതിരി പെട്ടെന്നണഞ്ഞു. മാധവൻ ഭയത്തോടെ തൻ്റെ ഫോണിൻ്റെ ടോർച്ച് തെളിച്ചു. കട്ടിലിന് മുന്നിലെ വലിയ കണ്ണാടിയിൽ അയാൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. കണ്ണാടിയിൽ മാധവന്റെ നിഴലിന് പിന്നിലായി ഒരു സ്ത്രീരൂപം നിൽക്കുന്നു. അവൾക്ക് മുഖമില്ലായിരുന്നു, വെറും കറുത്ത ശൂന്യത മാത്രം. അവൾ മാധവന്റെ തോളിലേക്ക് കൈ നീട്ടുന്നത് കണ്ണാടിയിലൂടെ അയാൾ കണ്ടു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ മാധവൻ തിരിഞ്ഞു നോക്കി. പിന്നിൽ ആരുമില്ല. പക്ഷേ തിരികെ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ഒരു ചോരക്കറ കൊണ്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അയാൾ കണ്ടു: "നീ വന്നത് നന്നായി, എനിക്ക് ഒറ്റയ്ക്ക് മടുത്തു." ഭയന്ന് വിറച്ച മാധവൻ മുറിക്കു പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ആരോ പൂട്ടിയതുപോലെ അനങ്ങുന്നില്ലായിരുന്നു. ആ നിമിഷം അയാളുടെ കാതിനടുത്ത് ഒരു സ്ത്രീ ശബ്ദം വളരെ സാവധാനം മന്ത്രിച്ചു: "ഇനി നമുക്ക് ഒരുമിച്ചിവിടെ കഴിയാം." പിറ്റേന്ന് രാവിലെ നാട്ടുകാർ വന്ന് നോക്കിയപ്പോൾ തറവാട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. മാധവനെ പിന്നെ ആരും കണ്ടിട്ടില്ല. മാധവന്റെ തിരോധാനത്തിന് ശേഷം ആ തറവാടിനെ കുറിച്ച് പല കഥകളും നാട്ടിൽ പ്രചരിച്ചു. എന്നാൽ സത്യം പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ചത് മാധവന്റെ ഉറ്റ സുഹൃത്തും പത്രപ്രവർത്തകനുമായ രവിയായിരുന്നു. മാധവൻ അയച്ച അവസാനത്തെ മെസ്സേജ് രവിയുടെ ഫോണിലുണ്ടായിരുന്നു: "ഈ വീട്ടിൽ എന്തോ ശരിയല്ല, എനിക്ക് പേടിയാകുന്നു" എന്നതായിരുന്നു ആ മെസ്സേജ്. രവി ആ തറവാട്ടിലെത്തി. നാട്ടുകാർ വിലക്കിയിട്ടും അയാൾ അന്ന് രാത്രി അവിടെ തങ്ങാൻ തീരുമാനിച്ചു. കയ്യിൽ ഒരു ക്യാമറയും ടോർച്ചും കരുതിയിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ മുകൾ നിലയിൽ നിന്ന് അതേ ശബ്ദം അവൻ കേട്ടു. രവി ധൈര്യം സംഭരിച്ച് മുകളിലേക്ക് കയറി. മാധവൻ താമസിച്ചിരുന്ന അതേ മുറി. വാതിൽ തനിയെ തുറന്നു. ഉള്ളിൽ കനത്ത ഇരുട്ട്. രവി തൻ്റെ ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ചെയ്ത് ഓരോ വശവും പകർത്തി. പെട്ടെന്ന് കണ്ണാടിക്ക് മുന്നിലെത്തിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. കണ്ണാടിയിൽ മാധവൻ നിൽക്കുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകൾക്ക് പകരം വെറും
കുഴികളായിരുന്നു. അവൻ കരയുകയായിരുന്നു. കണ്ണീരിന് പകരം രക്തമൊഴുകുന്നു. മാധവൻ കണ്ണാടിക്കുള്ളിൽ നിന്ന് കൈ നീട്ടി രവിയെ ഉള്ളിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. രവി, ഓടിക്കോ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. മാധവന്റെ ദീനമായ ശബ്ദം മുറിയിൽ മുഴങ്ങി. പെട്ടെന്ന് രവിയുടെ തോളിൽ ഒരു തണുത്ത കൈ അമർന്നു. തിരിഞ്ഞു നോക്കിയ രവി കണ്ടത് മുഖമില്ലാത്ത ആ സ്ത്രീരൂപത്തെയാണ്. അവളുടെ കറുത്ത ശൂന്യതയിലേക്ക് അയാൾ വലിച്ചെടുക്കപ്പെട്ടു. പിറ്റേന്ന് നാട്ടുകാർക്ക് ആ തറവാടിന് മുന്നിൽ നിന്ന് ഒരു ക്യാമറ ലഭിച്ചു. അതിലെ അവസാനത്തെ ഫോട്ടോയിൽ മാധവനും രവിയും ആ തറവാടിൻ്റെ മുകൾ നിലയിലെ ജനാലയ്ക്കൽ നിൽക്കുന്ന ചിത്രം തെളിഞ്ഞു കണ്ടു. അവർക്ക് പിന്നിൽ മുഖമില്ലാത്ത ആ സ്ത്രീയും ഉണ്ടായിരുന്നു. ഇപ്പോഴും പാലക്കാട്ടെ ആ വഴി പോകുന്നവർക്ക് രാത്രിയിൽ ജനാലയ്ക്കൽ 2 നിഴലുകൾ കാണാം. അവർ നിങ്ങളെ നോക്കി കൈ വീശുന്നുണ്ടാകും, ഒരുപക്ഷെ അടുത്ത ആളെ കാത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.